ഇവിടെ നല്ല രീതിയിൽ തന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2031 ഒരു പ്രത്യേകത, നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ട് 75 വർഷം തികയുകയാണ്. അപ്പോൾ 2031 കേരളം രൂപം കൊണ്ട് 75 വർഷമാകുമ്പോൾ കേരളം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഇതുപോലുള്ള സെമിനാറുകൾ വിഷൻ 2031 എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാ വകുപ്പുകളും ഇത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനം 1956 രൂപം കൊള്ളുന്നത്. 56 ശേഷം അധിക മാസങ്ങൾ പിന്നിടേണ്ടി വന്നില്ല തെരഞ്ഞെടുപ്പ് നടക്കാൻ. 56 നവംബറിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടു. ഏപ്രിലിൽ പുതിയ ഗവൺമെൻറ് വരികയാണ്, 1957 ഏപ്രിൽ. അപ്പോൾ അന്നത്തെ കേരളം നമ്മൾ പലവിധ പ്രാരബ്ധങ്ങൾ നിറഞ്ഞൊരു നാടായിരുന്നു. അതിനെ മാറ്റി തീർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ മാതൃകാപരമായ ഇടപെടലുകൾ 57 ആദ്യത്തെ കേരളത്തിൻ്റെ ഗവൺമെൻറ് നടത്താനായി. അതാണ് കേരളം കണ്ട വികസനത്തിനെല്ലാം അടിത്തറയൊരുക്കിയത്. ഇപ്പോൾ കേരള മോഡൽ എന്ന ഒരു വിശേഷണം ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ കേരളം നേടിയെടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമ്മുടെ നാട് സാമ്പത്തികമായി വലിയ ശേഷി ആർജിച്ചിട്ടില്ലെങ്കിലും ജീവിത നിലവാരം താരതമ്യേന മെച്ചപ്പെട്ടു വന്നു. ഇതെങ്ങനെയാണ് സാധിച്ചത്? അത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്നതാണ്. ആ ഭൂപരിഷ്കരണ നടപടികൾക്ക് 57 ഗവൺമെൻറ് തുടക്കം കുറിക്കുക. മറ്റൊരു പ്രത്യേകത കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗമാണ്. സാർവത്രിക വിദ്യാഭ്യാസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നടപ്പാക്കാൻ നമുക്കായി. അതിനിടയാക്കിയത് ഈ പറഞ്ഞ 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നാടാകെ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. പുതിയ സ്കൂളുകൾ വന്നു ധാരാളം. അതുകൊണ്ടുണ്ടായ മെച്ചം കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകളായി. മറ്റൊരു പ്രത്യേകതയും ഉണ്ടായി. ഫീസ് സൗജന്യത്തിൻ്റെ പ്രശ്നം വന്നു. അത് 1957
അത് പിന്നിട്ട് 1967 വന്നപ്പോൾ സെക്കൻഡറി തലം മുഴുവനായി തന്നെ സൗജന്യമാക്കപ്പെട്ടു. അപ്പോൾ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ വിദ്യാർത്ഥിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള സാഹചര്യമുണ്ടായി. ഇത് കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വലിയ തോതിൽ അടിത്തറയിട്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പുറകോട്ടടിപ്പിച്ചിരുന്നു. അതിൻ്റെ കാര്യങ്ങളാകെ പരിശോധിക്കാൻ ഈ ഘട്ടം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇത്തരം സെമിനാറുകളിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും 2031 ആകുമ്പോഴേക്ക് ഓരോ തലവും എവിടെ എത്തണം എന്നൊരു ദിശ ശരിയായ രീതിയിൽ നിശ്ചയിക്കലുമാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സെമിനാറുകളെല്ലാം കഴിയുന്നതോടെ എല്ലാം കൂടി ഏകോപിതമായ ഒരു പരിപാടിയും നടക്കും. മൊത്തമായി ക്രോഡീകരിച്ച പരിപാടി. ഇപ്പോൾ 2031 കേരളം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, അത് ആവിഷ്കരിക്കുന്നതിന് ഇതിലൂടെ ഇടവരും. നിങ്ങളുടെ ശ്രദ്ധയിൽ ചിലപ്പോഴുണ്ടാവും, അടുത്ത കാലത്ത് സർക്കാർ ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഓരോ രംഗത്തും എടുത്തു പറയത്തക്കതായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു ദശാബ്ദം എടുത്താൽ നല്ല രീതിയിൽ തന്നെ പല മേഖലയിലും നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇനിയും നാം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനിയും നാട് വികസിക്കേണ്ടതായിട്ടുണ്ട്. ആ വികസനം എങ്ങനെ വേണം, അതുമായി ബന്ധപ്പെട്ട് ഓരോ ആൾക്കും, കേരളത്തിൽ ജീവിക്കുന്ന ഓരോ ആൾക്കും അഭിപ്രായമുണ്ടാകും. അവർക്ക് ആ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം നൽകുക, അതിനൊരു പദ്ധതി ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ ഒരു സന്നദ്ധ സേനയെ നാം തയ്യാറാക്കിയിരുന്നു. ആ സന്നദ്ധ സേന 10,000 സേനയാണ്. അപ്പോൾ ആ സേനയിൽ നിന്ന് ഇതിനാവശ്യമായ വളണ്ടിയർമാരെ കണ്ടെത്തുക, എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾ കൂടുന്ന എല്ലാ കേന്ദ്രങ്ങളിലും അവരെത്തിച്ചേരും. അത് 2026 ജനുവരിയിലാണ് അവരുടെ ഈ സന്ദർശനം നടക്കുക. ഓരോ ആളെയും കണ്ട് എന്താണ് അവർക്ക് കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, എങ്ങനെ കേരളം വികസിക്കണമെന്നാണ് അഭിപ്രായം, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ശേഖരിക്കും. ഇന്നത്തെ കേരളത്തെക്കുറിച്ച്, ഓരോ മേഖലയും നേടിയിട്ടുള്ള വികസനത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതും അവർ രേഖപ്പെടുത്തിയെന്ന് വരും. അതെല്ലാം കൂടി ചേർത്താൽ കേരളത്തിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് വലിയ തോതിൽ തീരുമാനമെടുക്കാൻ സഹായകമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ നീക്കങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ച്
ജനങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായി ഉൾക്കൊണ്ട് 2031 കേരളത്തിൻ്റെ യാത്ര എങ്ങനെ വേണം എന്നതാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ IT രംഗത്ത് കേരളത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള ചർച്ചകളാണ് ഈ പരിപാടിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് പേരിട്ടിട്ടുള്ളത് റീകോഡ് 2025 എന്നാണ്. അപ്പോൾ ഈ സെമിനാർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് സമ്പന്നമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ബൈ ഇൻഫോ പാർക്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കുകയാണ്. 48,000 സ്ക്വയർ ഫീറ്റിലാണ് പ്ലഗ് ആൻഡ് പ്ലേ കോവർക്കിംഗ് സ്പേസ് ഈ പദ്ധതിയിലൂടെ ഒരുങ്ങുന്നത്. 6,000-ഓളം തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കാനാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട് ഒരു കാലത്ത് നല്ലൊരു ഭാഗം ആളുകൾ, സമൂഹത്തിൽ ജീവിക്കുന്നതിൽ നല്ലൊരു ഭാഗം ആളുകൾ വിദ്യ നിഷേധിക്കപ്പെട്ടവരായിരുന്നു. വിദ്യാഭ്യാസം നടത്താൻ അവകാശമില്ലാത്തവരായിരുന്നു. അങ്ങനെയുള്ള ഒരു നാട് പിന്നീട് വലിയ തോതിൽ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആ മാറ്റം 57 കാര്യം ഞാൻ പറഞ്ഞു. അതിനു മുൻപ് കേരളത്തിൽ നടന്ന നവോത്ഥാന മുന്നേറ്റം, നവോത്ഥാന നായകർ വഹിച്ച പങ്ക്, അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാം വഹിച്ചിട്ടുള്ള പങ്ക്, അതിൻ്റെ തുടർച്ചയായാണ് 1957 ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും വരുന്നത്. അതിൻ്റെയെല്ലാം ഭാഗമായി നമ്മുടെ നാട്, കേരളം, രാജ്യത്തിന് മുന്നിൽ ഏറ്റവും വലിയൊരു മാതൃകാ സംസ്ഥാനമായി മാറി എന്നതാണ് വസ്തുത. ഇപ്പോൾ മുൻപ് തന്നെ നമ്മുടെ നാട് നേടിയിട്ടുള്ള ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്ക്, അത് നമ്മുടെ ടെക്നോ പാർക്കാണ്. ഈ സംസ്ഥാനത്താണ് അത് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ കമ്പനി, അതും കേരളത്തിലാണ് ആരംഭിക്കുന്നത്. അത് ദശാബ്ദങ്ങൾക്ക് മുൻപാണെങ്കിൽ ഈ ദശാബ്ദത്തിൽ നടന്ന കാര്യമാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ സയൻസ് പാർക്കും. അപ്പോൾ അവയെല്ലാം നമ്മുടെ കേരളത്തിലെ രാജ്യത്തെ ആദ്യത്തേതാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നേട്ടങ്ങൾ നമ്മുടെ നാട് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഭാവി എങ്ങനെ വേണം, ആ കാര്യമാണ് നമ്മൾ രൂപം കൊടുക്കാനുള്ളത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ 2050 ലോകത്തിലെ തൊഴിലുകളിൽ ഭൂരിഭാഗവും നൂതന സാങ്കേതിക വിദ്യാ വ്യവസായവുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അത് ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാഴ്ചപ്പാട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനം നൂതന സാങ്കേതിക വിദ്യ പ്രോത്സാഹന നയം മുന്നോട്ട് വച്ചിട്ടുള്ളത്.
അതിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികളും ആരംഭിച്ചിട്ടുള്ളത്. നൂതന സാങ്കേതിക വിദ്യ പ്രോത്സാഹനം ഉപരിപ്ലവമായ ഇടപെടലുകൾ മാത്രമല്ല, എല്ലാ തലങ്ങളിലും, എല്ലാ തലവുമെന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസ തലത്തിൽ തന്നെ അതിന് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം ഉൽപ്പാദനം നടത്തുന്ന മേഖലകളിലും ഇതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. നൂതന വ്യവസായ വളർച്ചയുടെ യുഗമാണിത്. ആ പ്രത്യേകതയുള്ള ഈ യുഗത്തിൽ വിദ്യാഭ്യാസത്തെ നാം വിശേഷിപ്പിക്കുന്നത് തന്നെ എഡ്യൂക്കേഷൻ 5.0 എന്നാണല്ലോ. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന രീതിയാണ് നാം സ്വീകരിക്കുന്നത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കൂൾ തലത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, റോബോട്ടിക്സിനെ കുറിച്ച് എല്ലാം പഠിക്കാനുള്ള അവസരങ്ങളൊരുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ നൂതന വിദ്യാ രംഗം പഠിക്കുന്നതിനുള്ള പ്രോത്സാഹന നടപടികൾ സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, കണക്ട് കരിയർ ടു ക്യാമ്പസ്, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ഇങ്ങനെയുള്ള ഒട്ടേറെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ അറിവുകൾ, ആ അറിവുകളെ ഉൽപ്പന്നങ്ങളായി പരിണമിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 9,000-ഓളം സ്ഥാപനങ്ങളിലാണ് ആ പദ്ധതി നടപ്പാക്കിയത്. ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളുടെ മേഖലയിൽ ഇന്നൊവേഷൻ ക്ലസ്റ്റർ രൂപീകരിച്ചിരിക്കുന്നു. അതിനായി ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളുടെ മാർക്കിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ അഭ്യസ്ത വിദ്യരാണ്. അവർക്ക് അനേകം നൂതന ആശയങ്ങൾ കൈമുതലായിട്ടുണ്ട്. എന്നാൽ ആശയങ്ങൾ ഉൽപ്പന്നങ്ങളാക്കുന്നതിൽ അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ട്. ഒരു ഭാഗം ഫണ്ടിൻ്റെതാണ്. അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ, അതോടൊപ്പം സർക്കാർ തങ്ങളെ ഉൾക്കൊള്ളുമോ എന്ന ആശങ്ക, ഇങ്ങനെയുള്ള പലതും അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് 2016 സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് നമ്മുടെ നാട്ടിൽ ആകെ ഉണ്ടായിരുന്നത് 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റാർട്ടപ്പുകളെ വളർത്തുന്നതിനും സ്റ്റാർട്ടപ്പ് മേഖലയാകെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ ഫലപ്രദമായി തന്നെ കൈക്കൊള്ളുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം സംസ്ഥാനം രൂപീകരിച്ചു. അതിനെ തുടർന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് ലഭ്യമാക്കി. സ്റ്റാർട്ടപ്പുകൾക്കായി കോർപ്പസ് ഫണ്ട് രൂപീകരിച്ചു. സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ കേൾക്കാനും അവ പ്രാവർത്തികമാക്കാനും കഴിയും വിധം സ്റ്റാർട്ടപ്പ് മിഷനെ മാറ്റിയെടുത്തു. ഇവയെല്ലാം തന്നെ നല്ല നിലക്കുള്ള ഫലമുണ്ടാക്കി എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെയുള്ള 300 ഇന്ന് 6400 മാറിയത്.
സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് മാത്രമല്ല, ഈ മേഖലയിൽ അനേകം നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാനായത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. അതേപോലെ തന്നെ 2022 സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളമാണ് ടോപ്പ് പെർഫോമർ പദവിയിലെത്തിയത്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് എഫോർഡബിൾ ടാലന്റ് റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതായി. 2021 2023 നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ 254% വളർച്ചയാണുണ്ടായത്. ആ ഘട്ടത്തിൽ ഗ്ലോബൽ ശരാശരി 46% മാത്രമായിരുന്നു. 525-ലധികം ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. ഇതിനു പുറമെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിക്കപ്പെട്ടതും ഇവിടെയാണ്. ഇതുൾപ്പെടെ 25 ഫാബ് ലാബുകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് സ്റ്റാർട്ടപ്പ് ഡിസൈനിങ് നടത്തുന്നതിന് ഉപകരിക്കുന്നവയാണ് ഈ ഫാബ് ലാബുകൾ. കഴിഞ്ഞൊരു ദശാബ്ദക്കാലമെടുത്താൽ 6000 കോടി രൂപയുടെ നിക്ഷേപമാണ് സ്റ്റാർട്ടപ്പുകൾ മുഖേന കേരളത്തിലെത്തിയത്. 900-ലധികം ആശയങ്ങൾക്ക് പ്രാരംഭഘട്ട ധനസഹായമായി 50 കോടി രൂപ അനുവദിക്കാനായി. സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സർക്കാർ വകുപ്പുകൾക്ക് നേരിട്ട് വാങ്ങുന്നതിനുള്ള പരിധി 20 ലക്ഷത്തിൽ നിന്നും 50 ലക്ഷമാക്കി ഉയർത്തി. ഇതിലൂടെ 151 സ്റ്റാർട്ടപ്പുകൾക്ക് 32 കോടി രൂപയുടെ പ്രൊക്യൂർമെന്റ് ലഭിക്കുകയുണ്ടായി. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ മാത്രം 1,80,000 ചതുരശ്രയടി വലിപ്പമുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റിയുണ്ട്. ഇതിനു പുറമെ ഹഡിൽ ഗ്ലോബൽ പോലെയുള്ള ആഗോള ഉച്ചകോടികൾ നാം സംഘടിപ്പിക്കുകയുണ്ടായി. അത് സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ വേണ്ട സാഹചര്യമാണ് ഒരുക്കുന്നത്. വിദേശ വിപണിയിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ പ്രവേശനം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരങ്ങൾ നേടിക്കൊടുക്കുന്നതിന് ഇൻ്റർനാഷണൽ എക്സ്പോഷർ പ്രോഗ്രാമും നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് ടെക്നോസിറ്റിയിൽ 5 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ ഒരുങ്ങുന്ന എമർജിംഗ് ടെക്നോളജി ഹബ്ബ് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ്. IT വ്യവസായത്തിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യം പൊതുവെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ IT കയറ്റുമതി 1 ലക്ഷം കോടിയോട് അടുക്കുകയാണ്. IT നിക്ഷേപകർ കേരളത്തിലേക്ക് കൂടുതലായി കടന്നു വരുന്നതിന് കാരണമാകുന്നത് വിവിധ ഘടകങ്ങളാണ്. അതിൽ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നാഷണൽ ഹൈവേ വികസനമുണ്ട്, വിമാനത്താവളങ്ങളുടെ വികസനമുണ്ട്, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കാൻ നമുക്കായിട്ടുണ്ട്. അതോടൊപ്പം
ഊർജ ലഭ്യത നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട്. ട്രാൻസ്മിറ്റ് പദ്ധതി നടപ്പാക്കിയതിന് സഹായിച്ചിട്ടുണ്ട്. ഗെയിൽ പദ്ധതി പൂർത്തിയാക്കൽ പൊതുവെ പദ്ധതികൾ പൂർത്തിയാക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ കണക്കാക്കുന്നതിനിടയാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് കേരളമാകെയുള്ള ഒറ്റ കണക്ടിവിറ്റി നെറ്റ്വർക്ക് മുഖേന ബന്ധിപ്പിക്കുന്ന കെ-ഫോൺ പദ്ധതി നാം യാഥാർത്ഥ്യമാക്കിയത്. അത് നൂതന സാങ്കേതികവിദ്യാ വികാസത്തിൻ്റെ ജീവനാഡിയായി ആ നെറ്റ്വർക്ക് കണക്ടിവിറ്റി മാറിയിരിക്കുന്നു. നിലവിലെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് ഇവിടങ്ങളിൽ 1.5 ലക്ഷത്തോളം പേരാണ് തൊഴിലെടുക്കുന്നത്. 2016 മുതൽ പരിശോധിച്ചാൽ 66,000-ഓളം തൊഴിലവസരങ്ങൾ ഇവിടങ്ങളിൽ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ആകെ IT കയറ്റുമതി 2016 34,123 കോടി രൂപയായിരുന്നു. അതാണിപ്പോൾ 90,000 കോടിയിലധികമായി വർദ്ധിച്ചത്. 2016 155.85 ലക്ഷം ചതുരശ്രടി ബിൽറ്റ് സ്പേസാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോഴത് 223 ലക്ഷം ചതുരശ്രടിയായി മാറിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇവിടത്തേക്ക് പുതുതായി വന്ന കമ്പനികളുടെ കാര്യങ്ങൾ നേരത്തെ ശ്രീ സാംബശിവറാവു പറയുകയുണ്ടായി. ഒരുപാട് ആഗോള കമ്പനികളാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. അത് നല്ല രീതിയിൽ IT രംഗത്തിന് ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ആക്സെഞ്ചർ, HCL, ആർമാദ, എക്വിഫാസ്, പ്രോചാൻഡ്, GQ-Wolf, IBM, MSC, സ്റ്റാഡ, TNP, അഡേസോ, മൈഗേറ്റ്, ടെക് മഹീന്ദ്ര, ക്വസ്റ്റ് ഗ്ലോബൽ ഇത്തരത്തിലുള്ള ആഗോള കമ്പനികൾ ഒരു ഭാഗത്ത്. അതേപോലെ തന്നെ UST ഗ്ലോബൽ IT ക്യാമ്പസ്, ബ്രിഗേഡ് എൻ്റർപ്രൈസസിൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്റർ ടവർ 3, കാസ്പിയൻ ടവർ 2, ജിയോജിത്ത് IT ക്യാമ്പസ് ഇങ്ങനെയുള്ള പ്രധാന കമ്പനികളുടെ പദ്ധതികൾ പുരോഗമിക്കുന്നു. നമ്മുടെ രാജ്യമാകെ ശ്രദ്ധ നേടിയ ഒരു മെസ്സേജിംഗ് ആപ്പായിരുന്നു അറട്ടൈ. അത് പ്രശസ്ത കമ്പനിയായ സോഹോ കോർപ്പറേഷനതായിരുന്നു. സോഹോ കോർപ്പറേഷൻ കേരളത്തിലെ കൊട്ടാരക്കരയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ ഒരുങ്ങുന്ന ഐബൈ ഇൻഫോ പാർക്കിലും സോഹോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. തിരുവനന്തപുരത്ത് 390 ഏക്കറിലാണ് ടെക്നോ സിറ്റി വ്യാപിച്ച് കിടക്കുന്നത്. GCC ക്ലസ്റ്ററുകൾ, TCSൻ്റെ പ്രധാന ക്യാമ്പസ്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, കേരള സ്പേസ് പാർക്ക്, എമർജിംഗ് ടെക് ഹബ്ബ് ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്രമായ എക്കോസിസ്റ്റം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ലാൻഡ് പൂളിംഗ് സംവിധാനത്തിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ AI നേറ്റീവ് സിറ്റിയായി ഇൻഫോ പാർക്ക് ഫേസ് 3 മാറാനാണ് പോകുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 4 യാഥാർത്ഥ്യമാകുന്നതോടെ 50 ലക്ഷം ചതുരശ്രടി IT സ്പേസ് കൂടി ഉണ്ടാകും. കോഴിക്കോട് സൈബർ പാർക്ക് വികസനത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ IT പാർക്കിനായി ഇതിനകം കിഫ്ബി മുഖേന 292 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ടെക് പാർക്ക് പ്രൊമോഷൻ പോളിസി
പദ്ധതികൾക്ക് ഭൂമി പാട്ടമായി നൽകൽ, വലിയ നിക്ഷേപങ്ങൾക്കുള്ള ഇളവുകൾ, പ്രോപ്പർട്ടി നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ചാർജ്, ഇവയിലെ ഇളവുകൾ തുടങ്ങിയവയിലൂടെ IT വികസനം പ്രോത്സാഹിപ്പിക്കുകയാണ്. 1000-ലധികം പ്രൊഫഷണലുകൾ തൊഴിലെടുക്കുന്ന ഇടങ്ങളെ പ്രൈവറ്റ് IT പാർക്കുകളായി തരംതിരിച്ച് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്കുകളുമായി എഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനും വഴിയൊരുക്കും. നൂതന സാമഗ്രികളുടെ വികസനത്തിൻ്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുക എന്ന കാഴ്ചപ്പാടോടെ ഡിജിറ്റൽ സർവകലാശാല, സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ടെക്നോളജീസ് ഇവയുമായി സഹകരിച്ച് ഗ്രഫീനിനായുള്ള ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് ഒരു ഗ്രഫീൻ അറോറ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് 98,85,00,000 രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ നേട്ടങ്ങൾ നമ്മുടെ നൂതന സാങ്കേതിക വിദ്യാ മുന്നേറ്റത്തിന് വലിയ സംഭാവനയാണ് നൽകുന്നത്. അവയിൽ സൃഷ്ടിക്കുക, IT മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകളുടെ എണ്ണം 120 വരെ എത്തിക്കുക തുടങ്ങി കൈവരിക്കേണ്ട ഭാവി നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ സെമിനാറിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. അതിന് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ നൈപുണ്യ വികസനം വരെയുള്ള കാര്യങ്ങളിൽ വേറിട്ട കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെടണം. നമ്മുടെ IT സ്പേസ് 3 കോടി ചതുരശ്രടിയിലേക്ക് എത്തിച്ചുകൊണ്ട് IT ഇൻഫ്രാസ്ട്രക്ചർ നിലവാരത്തിൻ്റെ കാര്യത്തിൽ മുന്നേറേണ്ടതുണ്ട്. ഭൂലഭ്യത വളരെ കുറഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ ഭൂവിസ്തൃതിയുടെ 40% മാത്രമേ പാർപ്പിടാവശ്യങ്ങൾക്കും വികസിത ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഭൂമി ഏറ്റെടുത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ലാൻഡ് പൂളിംഗ് മാതൃകയിൽ IT മേഖലയിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. IT ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്പേസ് മാത്രമല്ല, വെർച്വൽ സ്പേസും വികസിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഡാറ്റാ സെൻ്ററുകളും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റുകളും സൃഷ്ടിക്കപ്പെടണം. അതോടൊപ്പം തന്നെ പ്രധാന IT പാർക്കുകൾക്ക് പുറമെ സാറ്റലൈറ്റ് പാർക്കുകൾക്കും രൂപം നൽകണം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കുക. അതോടൊപ്പം നാം മുന്നോട്ട് വെക്കുന്ന ആശയം സുസ്ഥിര വികസനം എന്നതാണ്. IT സ്പേസുകളിലെ ഊർജ ആവശ്യങ്ങൾക്കായി പുനരുപയോഗ സാധ്യതയുള്ള സ്രോതസ്സുകളെ ആശ്രയിച്ചും സുസ്ഥിര നിർമ്മാണ മാതൃകകൾ പിന്തുടർന്നും മുന്നോട്ട് പോകാൻ നമുക്കാവണം. ഡിജിറ്റൽ ഫ്യൂച്ചർ വിത്ത് ഗ്രീൻ ഫ്യൂച്ചർ എന്നതാകണം നമ്മുടെ നയം. അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ട് മാത്രം IT രംഗത്തെ മുന്നേറ്റമുണ്ടാകുമെന്ന് കരുതേണ്ടതില്ല. അവിടങ്ങളിൽ തൊഴിലെടുക്കാൻ നൈപുണ്യം സിദ്ധിച്ചവരെ കൂടി ലഭിക്കേണ്ടതുണ്ട്. അതിനുതകും വിധം നൈപുണ്യം സിദ്ധിച്ച 10 ലക്ഷം പ്രൊഫഷണലുകളെ വാർത്തെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ നമുക്കാവണം. IT മേഖലയിൽ 5 ലക്ഷം ഉന്നത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ മുഖേന കുറഞ്ഞത് 2 ലക്ഷം പ്രൊഫഷണലുകൾക്ക് ജോലി നൽകുക. ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. തടസ്സങ്ങളൊന്നുമില്ലാതെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകളുടെ
ഓൺബോർഡിംഗ് സാധ്യമാകുന്ന വിധത്തിൽ GCC ബോയിലർ പ്ലേറ്റ് എക്കോസിസ്റ്റം സൃഷ്ടിക്കുകയാണ്. ഏകജാലക സംവിധാനം ഏർപ്പെടുത്തുകയുമാണ്. ഇതെല്ലാം സാധ്യമാകുന്ന വിധത്തിൽ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കേരള ഫ്യൂച്ചർ ടെക്നോളജി മിഷൻ, കേരള സെമിക്കോൺ മിഷൻ, കേരള AI മിഷൻ, ദ ഫ്യൂച്ചർ കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾക്ക് രൂപം നൽകണമെന്ന നിർദ്ദേശമാണ് പരിഗണനയിലുള്ളത്. ഇതിനു പുറമെ എയറോസ്പേസ്, ബഹിരാകാശ സാങ്കേതിക വിദ്യകളിൽ പ്രതിവർഷം 10,000 കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത്. സ്പേസ്, ഡീപ് ടെക് പ്രോഡക്റ്റ് സ്റ്റുഡിയോ, ട്രാൻസ്ലേഷൻ റിസർച്ച്, ഇങ്ങനെ പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ആകും അത്തരം ഉദ്യമങ്ങൾക്ക് നേതൃത്വം നൽകുക. ഇതിനെല്ലാം അടിസ്ഥാനമാകുന്നത് നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും എഫോർഡബിൾ ആൻഡ് കൺസിസ്റ്റന്റ് ടാലൻറ്റും ആയിരിക്കും. അത്യന്തം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സെമി കണ്ടക്ടർ വ്യവസായം. ആ മേഖലയിലുണ്ടായ ഉൽപാദന മാന്ദ്യം ഓട്ടോമൊബൈൽ വ്യവസായങ്ങളടക്കം ബാധിച്ച കാര്യം എല്ലാവർക്കും അറിയാം. സെമി കണ്ടക്ടർ മേഖലയിലെ മുന്നേറ്റങ്ങളുടെ ഗുണഫലങ്ങൾ നമുക്കും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അവിടെയാണ് സെമിക്കോൺ മിഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രസക്തിയുണ്ടാകുന്നത്. വിവരസാങ്കേതിക വിദ്യായുഗത്തിൻ്റെ ജീവരക്തമാണ് സെമി കണ്ടക്ടർ ചിപ്പുകളെന്ന് പൊതുവെ പറയാറുണ്ട്. ആ മേഖലയിലെ ഗവേഷണത്തിനാകട്ടെ വലിയ തോതിലുള്ള നിക്ഷേപം ആവശ്യമാണ്. അതിനുതകും വിധം സ്വകാര്യ നിക്ഷേപങ്ങളെ അടക്കം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സർക്കാർ പിന്തുണ ഉറപ്പാക്കും. ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒമാൻ സന്ദർശിക്കാനിടയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മേധാവിയുമായി ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ അവർ വലിയ തോതിൽ സെമി കണ്ടക്ടർ രംഗത്ത് മറ്റുള്ളവരുമായി യോജിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഈ കാര്യം ആലോചിച്ചുകൂടാ? അവിടുത്തെ കോമേഴ്സ് മിനിസ്റ്റർ കൂടി ആ പരിപാടിയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല നിലയിൽ സ്വാഗതം ചെയ്തു. കേരളത്തെ അവർക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരു ടീം ഇവിടുന്ന് വ്യവസായ വകുപ്പും IT വകുപ്പും ഒക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ടീം അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുറ ചർച്ചകളും നടത്തി നമുക്ക് ആ മേഖലയിലേക്ക് കടക്കാൻ പറ്റും. അതുപോലുള്ള അനേകം സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത്. കൊച്ചിയിലെ മേക്കർ വില്ലേജ് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഇൻക്യുബേറ്ററായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട്, കണ്ണൂർ, പാലക്കാട്, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം ഇങ്ങനെ 6 പ്രാദേശിക ഇൻക്യുബേഷൻ ഗവേഷണ വികസന കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി മേക്കർ വില്ലേജ് 2.0 പദ്ധതി പുരോഗമിക്കുകയാണ്. 2030 നിർമ്മിത ബുദ്ധി മേഖലയിൽ സംസ്ഥാനത്തെ ആഗോള ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുക, ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് ഒരുപോലെ ചർച്ചകളുണ്ടാകണം. AI എന്നതിലുപരി എത്തിക്കൽ AI എന്നതാകണം നമ്മുടെ ലക്ഷ്യം. ഹ്യൂമൻ സ്കിൽസ് പ്ലസ് ടെക്നോളജി എന്നതാകണം നമ്മുടെ ആപ്തവാക്യം. നാം ഇപ്പോഴും ഭൂരിഭാഗം കാര്യങ്ങളിലും ആശ്രയിക്കുന്നത് വിദേശ നിർമ്മിത സോഫ്റ്റ്വെയറുകളെയും ഹാർഡ്വെയറുകളെയുമാണ്. അതേസമയം പാറ്റന്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം. ഈ 2 കാര്യങ്ങളും പരസ്പര ബന്ധിതമായി വേണം കാണാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തനത് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി ഭരണനിർവഹണം സുഗമമാക്കുന്ന മാതൃകയാവാൻ നമ്മുടെ നാടിന് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക സർക്കാർ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാണ്.
സർക്കാർ ഓഫീസുകളുടെ സുഗമമായ പ്രവർത്തനത്തിനായി ഈ ഓഫീസ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഘട്ടം ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭരണനിർവഹണ സംവിധാനത്തെ എങ്ങനെ കൂടുതൽ ജനോപകാരപ്രദമാക്കാം, ആ നിലക്കുള്ള ചർച്ചകളും ഉണ്ടാകണം. നിറഞ്ഞ സന്തോഷത്തോടെ ഈ സെമിനാർ റീകോഡ് 2025-ൻ്റെയും ഐ ഇൻഫോ പാർക്കിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.